വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, നിങ്ങളുടെ ആ ആഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് പ്രപഞ്ചം കാണിച്ചു തരുന്ന സൈൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാർഡ്സ് നോക്കാം. പൊളിറ്റിക്സ് താഴെ വീണ കാർഡാണ് ഇത്. കംപ്ലീഷൻ, അണ്ടർസ്റ്റാൻഡിങ്, കോൺഷ്യസ്നെസ്, ഓർഡിനറീസ്. ബോട്ടം ഓഫ് ദ ഡെക്ക് മൈസറാണ് വന്നിട്ടുള്ളത്. റിവർ, കോമറ്റ്, മൂൺ, വാട്ടർഫോൾ. ബോട്ടം ഓഫ് ദ ഡെക്ക് ക്രിസ്റ്റലാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നുള്ളൊരു സമയം വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സൈൻ, സിങ്ക്രോണിസിറ്റീസ്, അതൊക്കെ എന്താണ് എന്നുള്ളതാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ വാട്ടർ എലമെൻറ്റ് ബാലൻസ് ആകുന്നുള്ളതാണ്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇമോഷൻസ് കൺട്രോൾ ആകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ സൈൻസും സിങ്ക്രോണിസിറ്റിയും ഒക്കെ കാണാൻ പറ്റും. അതല്ല, നിങ്ങൾക്ക് ഇമോഷണലി ഇംബാലൻസ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ആഗ്രഹം മാനിഫെസ്റ്റ് ആവുകയില്ല. മാത്രമല്ല, നിങ്ങൾക്ക് ഒരു സൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പൽ നിങ്ങളുടെ മുന്നിൽ വന്നെങ്കിൽ നിങ്ങൾക്ക് അതൊരു തരത്തിലും കണക്റ്റ് ആകും. നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം, പല സിങ്ക്രോണിസിറ്റീസും നിങ്ങൾ കാണുന്നുണ്ടാവാം. പക്ഷെ അത് എന്തുകൊണ്ടാണ് എൻ്റെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടാവില്ല. അത് നിങ്ങൾക്ക് ഇമോഷൻസിന് ഇംബാലൻസ് ആയതുകൊണ്ടാണ്. ഇമോഷണലി ഇംബാലൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് അതിലൊന്നും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. മറിച്ച് ഇമോഷൻസ് നിങ്ങൾക്ക് ബാലൻസിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് മുന്നിൽ നടക്കുന്ന പല കാര്യത്തിനും കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയും അതിന് നടക്കുന്ന കാര്യകാരണങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതിന് നിങ്ങളുടെ വാട്ടർ എലമെൻറ്റ് ബാലൻസായി വരുവാണ് വേണ്ടത്. അങ്ങനെ ബാലൻസായി വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നതും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് അതാണ്. അത് വാട്ടർ എലമെൻറ്റ് ബാലൻസ് ആകാൻ വേണ്ടി, ബാലൻസ് ഇല്ലാത്തവരാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് വാട്ടർ എലമെൻറ്റ് ബാലൻസ് ആകാനുള്ള മുദ്രാസ്, നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ മുദ്ര പിടിച്ച് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ വാട്ടർ എലമെൻറ്റ് ബാലൻസ് ആകും. അതായത് നമ്മുടെ ചെറുവിരലും തള്ളവിരലും കൂട്ടിപ്പിടിച്ച് ഒരു മൃദുവായിട്ടുള്ളൊരു ടച്ച് മതി. അങ്ങനെ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം ആ ഒരു മുദ്ര പിടിച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് മൂണുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട്. മീൻസ് നിങ്ങൾ ഫെമിനൈൻ എനർജി കൂടുതലുള്ള ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൂണുമായിട്ടാണ് നിങ്ങളുടെ എനർജി വരുന്നത്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്. മൂൺ എനർജി എന്ന് പറയുന്നത് ഫെമിനൈൻ ആണ്, അത് ഇമോഷൻസ് ആണ്. അത് മേ ബി ഫുൾ മൂണോ ന്യൂ മൂണോ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു ഫുൾ മൂൺ വരുന്നതിന് മുന്നേ 3 ദിവസം, അതിന് ശേഷം 3 ദിവസം, അല്ലെ ന്യൂ മൂൺ വരുന്നതിന് മുന്നേ 3 ദിവസം, അല്ല ആഫ്റ്റർ 3 ദിവസം, അങ്ങനെ വന്ന് നിങ്ങൾക്ക് ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് മാറി മറിയുന്നുണ്ടാവാം. അതായത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളുടെ ഇമോഷൻസ് പെട്ടെന്ന് ചേഞ്ച് ആവുന്നുണ്ടാവാം. അത് വരുന്നതിനുള്ള കാരണം നിങ്ങൾക്ക് കൂടുതലും ഫെമിനൈൻ എനർജി ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫുൾ മൂൺ ടൈമൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ആവുന്നതാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല നിങ്ങൾക്ക് മൂണിൻ്റെ ആ ഒരു ചേഞ്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളത്. ഫുൾ മൂൺ ടൈമൊക്കെ ഒരു സന്ധ്യയ്ക്ക് ഒരു 6:30-ക്ക് ശേഷം നിങ്ങളൊരു ഗ്ലാസ്സിൽ വാട്ടർ എടുത്ത് വെക്കുക. ഗ്ലാസ് ബോട്ടിലാണ് വേണ്ടത്. അപ്പോൾ ആ ഗ്ലാസ് ബോട്ടിൽ കുറച്ച് വാട്ടർ എടുത്ത് വെച്ച് നിലാവ് ഡയറക്റ്റ് കൊള്ളുന്ന ഒരു സ്ഥലത്ത് വച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം അതെടുത്ത് അത് പിന്നെ നമുക്ക് ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് വെച്ച് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു വാട്ടർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും 2 കപ്പ് മെത്തേഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ആ വാട്ടറിൽ കുറച്ച് ഈ ഒരു ഫുൾ മൂണിന് വെച്ച ആ ഒരു വെള്ളവും കൂടി ആഡ് ചെയ്ത് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ആവും. പിന്നെ വരുന്നത് സ്കിന്ന് ഗ്ലോ ആക്കാൻ വേണ്ടിയൊക്കെ ഈ വാട്ടർ യൂസ് ചെയ്യാം. ടോണർ പോലെയൊക്കെ നമ്മൾ ഫുൾ മൂൺ ഡേ വെച്ച ആ ഒരു വാട്ടർ എടുത്ത് ടോണർ പോലെയൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യും. അപ്പം അങ്ങനെ കുറേ ബെനിഫിറ്റ് ഉണ്ട്. ഫുൾ മൂൺ ഡേക്ക് നമ്മൾ വെക്കുന്ന ആ ഒരു വാട്ടറിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് വെച്ച് നമുക്ക് ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം, നമ്മുടെ സ്കിന്ന് നന്നാക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വാട്ടറിൽ അടങ്ങിയിരിപ്പുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതായത് പല കാര്യങ്ങൾ മീൻസ് എന്തെങ്കിലും ഒന്ന് പോയാൽ മാത്രമേ മറ്റൊന്നിന് വരാനുള്ള സ്പേസ് അവിടെ ഉണ്ടാവൂ. അതായത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടാവും, നമ്മൾ ഓവർ അറ്റാച്ച്ഡായി നിൽക്കുന്ന അല്ലെങ്കിൽ ഓവർ ഇമോഷൻസ് കൊടുക്കുന്ന എന്തെങ്കിലും കാര്യം നമ്മളിലുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം അവിടെ നിന്ന് നമുക്ക് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ പുതിയത് ഒന്നിന് വരാനുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മുടെ ഉള്ളിൽ കംപ്ലീറ്റ് കുറേ ഇമോഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ പുതിയ ഒന്നിന് വരാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ആ ഒരു സ്പേസ് അവിടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പോകാനുണ്ട്. അപ്പോൾ ആ ഒരു നഷ്ടപ്പെടൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയൊരു കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലൈഫിലോട്ടേക്ക് വരാൻ വേണ്ടിയാണ് അവിടെ ഒരു നഷ്ടപ്പെടൽ ഉണ്ടാവുന്നത്. സ്പേസാണ് അവിടെ ഉണ്ടാവുന്നത്. ആ സ്പേസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ കാര്യത്തിന് നമ്മളിലേക്ക് വരാൻ പറ്റൂ. അപ്പം നഷ്ടപ്പെടുന്നത് കണ്ട് ആരും അവിടെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നഷ്ടപ്പെടുന്നത് നല്ല ഒന്ന് വരാനുള്ള ഒരു സ്പേസ് കൊടുക്കുന്നതാണ്. അത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിൽ നിന്ന് തിരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടപ്പെടൽ നിങ്ങളുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ആവുന്നതിന് മുന്നേ എന്തെങ്കിലും ഒന്നായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടലിൽ സങ്കടപ്പെട്ടിരുന്ന് കഴിയുമ്പോൾ നിങ്ങളവിടെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് നല്ലത് വരാനുള്ള ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് പിന്നെയും നിങ്ങളവിടെ ഇമോഷൻസ് കൊണ്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പകുതി എത്തിയിരിക്കും. നിങ്ങളുടെ ആ ആഗ്രഹം നിങ്ങളുടെ മുന്നിലോട്ട് എത്തി നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു ടെൻഡൻസി അവിടെ നടക്കുമ്പോഴായിരിക്കും നിങ്ങൾ ആ നഷ്ടപ്പെട്ട കാര്യം ഓർത്ത് നിങ്ങളവിടെ ഇമോഷൻസ് കൊണ്ട് പിന്നെ ആ വന്ന സ്പേസ് പിന്നെയും നിങ്ങൾ ഫില്ല് ചെയ്യും. അപ്പോൾ അവിടെ വന്ന് നിൽക്കുന്ന കാര്യത്തിന് നിങ്ങളിലേക്ക് വരാൻ കഴിയില്ല. അത് തിരിച്ച് നിങ്ങളുടെ വൈബ്രേഷൻ അവിടെ ലോ ആവും, അത് തിരിച്ച് പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് പലർക്കും ആ മാനിഫെസ്റ്റേഷൻ നടക്കാതെ പോകുന്നത്. അതായത് നിങ്ങൾ വിചാരിക്കും മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ട് പോകുമ്പോൾ നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ലോ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ഒരു നഷ്ടപ്പെടൽ ഉണ്ടാവുന്നതെന്ന് കരുതി നിങ്ങൾ അവിടെ ഡൗൺ ആകും. എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഇനി എനിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളവിടെ കംപ്ലീറ്റ് നിങ്ങളുടെ എനർജി നെഗറ്റീവാക്കി വെക്കും. അപ്പോൾ നിങ്ങളിലേക്ക് വരേണ്ട ആ ആഗ്രഹം പടിക്കൽ വെച്ച് കല ഉടക്കുക എന്ന് പറയുന്നുണ്ടേ, അതുപോലെ ആയിപ്പോകും. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെടലിൽ സ്റ്റക്കായി പോകരുത്. സ്റ്റക്കായി പോയാൽ അവിടെ നിങ്ങൾ തന്നെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം വന്ന് നിൽപ്പുണ്ടാവും. ആ ഒരു ആഗ്രഹത്തിന് നിങ്ങളിലേക്ക് വരാതെ നിങ്ങൾ തന്നെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യലായിരിക്കും. അവിടെ വന്നിരിക്കുന്ന സ്പേസ് നിങ്ങൾ തന്നെ എന്തെങ്കിലും കൊണ്ട് ഫില്ല് ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് വാട്ടർ എലമെൻറ്റ് ബാലൻസിൽ വരിക എന്നുള്ളതാണ്. സെക്കൻഡ് സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുക എന്നുള്ളതാണ്. തേർഡ് സൈൻ എന്ന് പറയുന്നത് പലതിൻ്റെയും യഥാർത്ഥമായിട്ടുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടലാണ്. അതായത് നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം. ഇതിൻ്റെയൊക്കെ ട്രൂത്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും.
നിങ്ങൾക്ക് അത്രയും കാലം നിങ്ങൾ വിചാരിച്ച കാര്യമായിരിക്കില്ല അതിൻ്റെ ശരിയായ ട്രൂത്ത്. നിങ്ങൾ അത്രയും കാലം ഒരു മായയിലായിരിക്കാം. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പറഞ്ഞ് എന്തൊക്കെയോ വിശ്വസിപ്പിച്ച് വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. അതൊക്കെ നിങ്ങൾക്ക് മുന്നിൽ ഓപ്പണായി വരും. എന്നിട്ട് അതിൻ്റെ ഒരു ട്രൂത്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ക്ലാരിറ്റി വരും എല്ലാ കാര്യത്തിനും. പിന്നെ നിങ്ങൾക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്തോ ഒരു സംതൃപ്തി നിങ്ങൾക്ക് ഉള്ളിൽ അനുഭവപ്പെടും. അതായത് ഒരു ശാന്തത. അത്ര വരെയും നിങ്ങൾക്ക് എന്തോ ഒരു എന്താ പറയുക, ഒരു വല്ലായ്ക ഉണ്ടാവും ഫീൽ ചെയ്യുന്നത്. എന്തോ ഒരു മിസ്സിങ് ഫീൽ ഉണ്ടാവും ഫീൽ ചെയ്യുന്നത്. അതൊക്കെ മാറി നിങ്ങൾക്കുള്ളിൽ ശാന്തതയും വരും. നിങ്ങൾക്കുള്ളിൽ ഒരു കംപ്ലീഷനും വരും. ഒരു സംതൃപ്തി വരും നിങ്ങൾക്കുള്ളിൽ. ഒരു ബ്ലിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. അതാണ് നിങ്ങളുടെ നാലാമത്തെ സ്റ്റേജ്. അത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. നിങ്ങൾക്കൊരു ബ്ലിസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംതൃപ്തി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ ബോധതല വികസനം, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലക്ഷറി ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയെയോ എന്താണെങ്കിൽ പോലും അതിനനുസരിച്ച് നിങ്ങളുടെ ബോധം വികസിക്കും. അതായത് ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് മാനിഫെസ്റ്റ് ആവണമെങ്കിൽ അത് ആ ഒരു ലക്ഷറി ആയിട്ടുള്ള സാധനത്തിന് എത്രത്തോളം വാല്യൂ ഉണ്ടോ അതിനനുസരിച്ചുള്ള ഒരു ബോധ വികസനം നമ്മളിൽ വരാനുണ്ട്. അങ്ങനെ നിങ്ങളിലൊരു ബോധ വികസനം വരും എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റമൊക്കെ മാറും. അതായത് ഒരു ദിവസം 1000 രൂപ സമ്പാദിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ അയാൾക്ക് 1000 രൂപേൻ്റെ അപ്പുറത്ത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങളിൽ ആ ബോധ വികസനം വരുമ്പോൾ 1000ൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് 1,00,000 രൂപ അല്ലെങ്കിൽ അതിലധികം രൂപ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റും. അതായത് ഇമാജിൻ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നിങ്ങളിലേക്ക് വരും. അത് നിങ്ങളുടെ ബോധ വികസനത്തിൻ്റെ ഭാഗമായാണ്. അല്ലെങ്കിൽ ഒരു 1000-ത്തിനപ്പുറത്ത് ഞാൻ എങ്ങനെ ഈ 1000 രൂപ ഉണ്ടാക്കും, അതിനപ്പുറത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾക്ക് ബോധവികസനം വരുമ്പോൾ എന്ന് പറയുന്നത് ആ 1000 രൂപ നിങ്ങൾക്ക് 1000 രൂപയായാലും അല്ലെങ്കിൽ 1 കോടി രൂപയായാലും നിങ്ങൾക്ക് അതിനുള്ള വാല്യൂ സെയിം ആയിരിക്കും. അത് നിങ്ങളുടെ ബോധവികസനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അത് നിങ്ങൾക്ക് ആ ഒരു ഫ്രീക്വൻസി ആയിട്ട് നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ, നിങ്ങൾ 1 കോടി രൂപയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ 1 കോടി രൂപേൻ്റെ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങളുടെ ബോധവികസനം അവിടെ അലൈനായി വരുന്നു എന്നുള്ളതാണ്. ഒരിക്കലും കിട്ടില്ല എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള തരത്തിൽ വരില്ല. എന്നെക്കൊണ്ട് പറ്റും, ഈസിയാണ്, അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, എനിക്കതിനുള്ള ഒരു ടാലൻ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കാൻ പറ്റും. വിശ്വസിപ്പിക്കാൻ എന്നല്ല, നിങ്ങൾക്ക് തന്നെ ആ ഒരു ബോധം ഉണ്ടാകും. അതാണ് ബോധവികസനത്തിൻ്റെ ഒരിത്. അത് 4ാമത്തെ കാര്യമാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത്. പിന്നെ വരുന്നത് നിങ്ങൾക്ക് ആരുടെയോ പ്രൊട്ടക്ഷൻ ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ. അതാണ് ഇവിടെ റിവർ കാണിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു നെഗറ്റീവും പോസിറ്റീവും കാണാൻ പറ്റും. അതായത് ഒരു സാത്താനെ പോലെയും പിന്നെ അവിടെ തന്നെ ഏഞ്ചൽസിനെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ തന്നെ മനുഷ്യരും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ മുഖമൊക്കെ മറച്ചു നിൽക്കുന്ന ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് താഴെ. അതിന് മുകളിലായിട്ട് ഏഞ്ചലിനെ കാണാൻ പറ്റും. അതിന് പിന്നിലായിട്ട് ഒരു ആണിനെയും ഒരു പെണ്ണിനെയും കാണാൻ പറ്റും. അത് മനുഷ്യരെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എത്ര തന്നെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അത് മനുഷ്യരിൽ തന്നെ നെഗറ്റീവും പോസിറ്റീവും ചിന്തകളുണ്ട്. പക്ഷെ അവിടെ ഉയർന്നു നിൽക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജിയാണ് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അവിടെ മനുഷ്യരെയും കാണിക്കുന്നുണ്ട്. 2 നെഗറ്റീവായിട്ടുള്ള എനർജിയും ഉണ്ട്, പോസിറ്റീവായിട്ടുള്ള എനർജിയും ഉണ്ട്. അവിടെ നെഗറ്റീവായിട്ടുള്ള എനർജി താഴെയാണുള്ളത്, പോസിറ്റീവായിട്ടുള്ള എനർജി മേലെയാണുള്ളത്. ആ ഏഞ്ചൽ അവിടെ മേലെയാണുള്ളത്. അപ്പോൾ അതാണ് നിങ്ങളിൽ ഉയർന്നു നിൽക്കേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് ഉയർന്നു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിൻ്റെ സപ്പോർട്ടും അവിടെ ഉണ്ടാവുന്നതാണ്. അതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. ഈ ഒരു കാർഡിനൊക്കെ ഒരുപാട് മീനിങ്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു റീഡിങ്ങിൽ ഈ മീനിങ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ മൂണാണെങ്കിലും കാണിക്കുന്നതെന്ന് വെച്ചാൽ യിൻ യാങ് ബാലൻസിനെയാണ് കാണിക്കുന്നത്. നമ്മളിൽ എപ്പോഴും ആ ഒരു ബാലൻസിങ് നടക്കുമ്പോൾ മാത്രമേ നമ്മളിൽ എത്തേണ്ട കാര്യങ്ങൾ നമ്മളിലെത്തൂ. അതായത് ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് എപ്പോഴും ഇമാജിനേഷനാണ്. നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇമാജിനേഷൻ നടക്കണം. മാസ്കുലൈൻ എനർജി എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന പ്രവൃത്തിയാണ്. അപ്പം ആ ഒരു ഇമാജിനേഷൻ നടന്നാൽ മാത്രം പോരാ, അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുകയും വേണം. അങ്ങനെ രണ്ടും ബാലൻസിന് വരുമ്പോഴാണ് ഒന്നവിടെ ക്രിയേറ്റ് ആവുന്നത്. ആദ്യം ഇമാജിൻ ചെയ്ത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഇമാജിൻ ചെയ്യണം. ഒരു പിക്ചർ വരയ്ക്കുന്നതാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യം നമ്മൾ നിർമ്മിക്കുന്നതാണെങ്കിലോ ആദ്യം നമ്മുടെ തലച്ചോറിലാണ് ആ ഒരു ഇമാജിനേഷൻ നടക്കുന്നത്. അതിന് ശേഷം മാത്രമാണ് അത് പുറത്ത് വരുന്നത്. മീൻസ്
ചിത്രം വരക്കുമ്പോൾ നമ്മളവിടെ ആദ്യം നമ്മുടെ മനസ്സിലാണ് ചിത്രം ഉണ്ടാവുന്നത്, ഇമാജിനേഷനിൽ. അതവിടെ പകർത്തണമെങ്കിൽ നമ്മളവിടെ പ്രവർത്തിക്കണം. പ്രവൃത്തിയാണ് മസ്കുലൈൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും തുലനത്തിൽ വരണം. ഈ ബാലൻസ് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കും എന്നുള്ളതാണ്. ഈ ഒരു സൈൻ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒരുപോലെ പറ്റുന്ന ഒരു ലെവലിലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എനർജി ബാലൻസിങ് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അതല്ലെങ്കിൽ ഇമാജിനേഷൻ മാത്രം നടക്കുന്നതെങ്കിൽ, എനിക്ക് മടി കൊണ്ട് ഒന്നും ചെയ്യാത്തതാണെങ്കിൽ അവിടെ എനർജി ബാലൻസിങ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എനർജി ബാലൻസിങ് ഉണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ, നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ മാസ്കുലൈൻ എനർജി അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നാണ് അർത്ഥം. ഇമാജിനേഷൻ മാത്രമാണ് നടക്കുന്നത്. ഫെമിനൈൻ എനർജിയാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രവർത്തനം മാത്രം, ഒന്നും ചിന്തിക്കാതെയുള്ള എടുത്തുചാട്ടത്തിലുള്ള പ്രവർത്തനമാണെങ്കിൽ ഫെമിനൈൻ എനർജി കുറവും മാസ്കുലൈൻ എനർജി കൂടുതലും ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ എനർജി ബാലൻസിങ്ങിനൊക്കെ ഒരുപാട് ടെക്നിക്ക് സ്പിരിച്വാലിറ്റിയിൽ തന്നെയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എനർജി ബാലൻസിങ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബാലൻസിങ് വരുത്തണം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന സൈൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അത് ട്വിൻ ബട്ടർഫ്ലൈസ് ആണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം മാനിഫെസ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. പിന്നെ വൈറ്റ് ഫെതേഴ്സും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന സൈൻസ് എന്ന് പറയുന്നത് നിങ്ങൾ പൈസ പിശുക്കില്ലാതെ ചിലവാക്കുന്നുള്ളതാണ്. അത് നിങ്ങളുടെ ബോധം വികസിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ പിശുക്ക് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവില്ല. അതായത് നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾ പോലും അവിടെ പൈസ കൊടുക്കുമ്പോൾ ബാർഗെയിൻ ചെയ്യില്ല. മാത്രമല്ല നിങ്ങൾ അവിടെ പൂർണ്ണ തൃപ്തിയോടെയാണ്, എൻ്റെ കയ്യിൽ ഇത് വാങ്ങാനുള്ള പൈസ ഉണ്ട് എന്നുള്ള നന്ദി പറഞ്ഞുകൊണ്ടാണ്, അതായത് ഉള്ളിൽ നിങ്ങൾക്ക് അത് വാങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടല്ലോ എന്നുള്ള ഇതിൽ നന്ദിയോടെ ആയിരിക്കും നിങ്ങൾ ആ പൈസ അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. ഒരിക്കലും എൻ്റെ പൈസ പോയല്ലോ എന്നുള്ളൊരു തോന്നൽ അവിടെ വരില്ല. ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങളുടെ ബോധം എത്രത്തോളം വികസിച്ചിട്ടുണ്ട് എന്നുള്ളത്. അവിടെ ഒരു സാധനം വാങ്ങുമ്പോൾ നിങ്ങൾക്കൊരിക്കലും അവിടെ ഇതിന് ഇത്ര പൈസയായി എന്നുള്ളൊരു ഇത് നിങ്ങൾക്ക് വരില്ല. കാരണം നിങ്ങളവിടെ അതെനിക്ക് കൊടുക്കാനുണ്ടായിരുന്നല്ലോ എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്കവിടെ വരുന്നത്. അപ്പം അതും ഒരു സൈനായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് വാട്ടർ എലമെൻറ്റിൻ്റെ ബാലൻസാണ്. ആ ഒരു ബാലൻസിങ്ങിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റായിട്ട് നടക്കും. അതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ പല സിമ്പിൾസ് നിങ്ങൾ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു സിമ്പിൾ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അടുത്തെത്തി എന്നുള്ള മീനിങ് നിങ്ങൾക്ക് തരുന്നതാണ്. അതായത് ഏതെങ്കിലും സിമ്പിൾസ് മീൻസ് ഇൻഫിനിറ്റി സിമ്പലോ പല സിമ്പിൾസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ യിൻ യാങ് സിമ്പലോ, അങ്ങനെ ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും സിമ്പിൾ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അടുത്തെത്തി എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാനിഫെസ്റ്റേഷൻ സയൻസ്. നിങ്ങളുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ആവാൻ പോകുന്നു എന്നുള്ളപ്പോൾ തൊട്ട് മുന്നേ നിങ്ങൾ കാണുന്ന, നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.